കൂർക്കൽ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കൂർക്കൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേങ്കിൽ അത് ക്ലീൻ ചെയ്യുന്ന കാര്യം ആലോചിച്ചിട്ട് നമ്മൾ കടയിലൊക്കെ പോകുന്ന സമയത്ത് കണ്ടിട്ടും വാങ്ങാതെ തിരിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ല്ലേ? കുറേ ആൾക്കാർ വാഷിംഗ് മെഷീനിലിട്ടിട്ട് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ചാക്കിൽ തുണിയിൽ ഒക്കെ കെട്ടി നിലത്തിട്ട് ഉരുട്ടിയും തിരിച്ചും മറിച്ചും അടിച്ചും ഒക്കെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ കത്തി കൊണ്ടുള്ള ക്ലീനിങ് അത് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര കഷ്ടപ്പാടാണ്. ചില സമയങ്ങളിലില്ലേ വീട്ടിൽ കൊണ്ടുവരുന്ന കൂർക്കലിൻ്റെ വലിപ്പം കാണുമ്പം അത് കൊണ്ടുവന്ന ഇടിച്ച് ചമ്മന്തിയാക്കാനുള്ള ദേഷ്യം നമുക്ക് കാണും അല്ലേ? അത്രയും കുഞ്ഞതായിട്ടുള്ള കൂർക്കലായിരിക്കും. അതായത് നമുക്ക് കൈകൊണ്ട് പോലും പിടിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത അത്രയും ചെറുതൊക്കെ കൊണ്ടിട്ട് വരും അല്ലേ? പക്ഷേ നമ്മളത് എങ്ങനെയെങ്കിലും കത്തി കൊണ്ടൊക്കെ ചുരണ്ടി കാഞ്ഞ് അത് കളയും. അപ്പോൾ നമുക്ക് എങ്ങനെ കൂർക്കൽ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം? അതായത് കത്തി വേണ്ട, വാഷിംഗ് മെഷീൻ ഉപയോഗിക്കേണ്ട, തുണിയിൽ കെട്ടണ്ട, ചാക്കിൽ കെട്ടണ്ട, ഇതൊന്നുമില്ലാതെ എങ്ങനെ നമുക്ക് വൃത്തിയിൽ കൂർക്കൽ ക്ലീൻ ചെയ്യാമെന്നുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിന് മുന്നേ നമുക്ക് കുറച്ച് കൂർക്കൽ ഇവിടെ ഉണ്ട്. ഞാനതെടുത്തിട്ട് നന്നായിട്ട് കഴുകുകയാണേ. ഇത് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കൂർക്കലാണ്. അപ്പോൾ അത് കുറച്ച് ദിവസം അമ്മ അവിടെ വെച്ചത് കൊണ്ട് കുറച്ചൊന്നൊരു വാട്ടം വന്നിട്ടുണ്ട് കേട്ടോ കൂർക്കലിന്. പിന്നെ അതിൽ അത്യാവശ്യം നന്നായിട്ട് ചളിയുണ്ട്. നാടൻ കൂർക്കലായതുകൊണ്ട് നന്നായിട്ട് വയലിലെ ചളിയും കാര്യങ്ങളൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാം. നന്നായിട്ട് കഴുകിയിട്ട് എടുക്കാം. പിന്നെ ഇത് തോല് കളയുന്നതിന് മുന്നേ തന്നെ കഴുകിയിട്ട് നന്നായിട്ട് അതിലെ ചളിയും മണ്ണും എല്ലാം പോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു മണ്ണും കാര്യങ്ങളൊക്കെ അടിയിലടിഞ്ഞിട്ട് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വീടുകളിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക? കണ്ടില്ലേ, ഓരോന്നായിട്ട് എടുത്ത് കത്തിയെടുത്ത് ചുരണ്ടി അതിൻ്റെ തോല് കളഞ്ഞിട്ട് വേണം നമ്മളത് ക്ലീൻ ചെയ്തെടുക്കാൻ. എത്ര സമയം വേണമല്ലേ നമുക്ക് ഈ കൂർക്കൽ നന്നാക്കിയെടുക്കാൻ? ഈ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ ഒരുപാട് ആളുകൾ കൂർക്കൽ വാങ്ങാൻ തന്നെ മടിക്കുന്നത്. ഉപ്പേരിയൊക്കെ വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ വയറ് നിറയെ ചോറൊക്കെ കഴിക്കും. ഈ ഒരു ഉപ്പേരി മാത്രം മതി. പക്ഷേ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചില സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് വാങ്ങാൻ കിട്ടുക. പക്ഷേങ്കിൽ ഞങ്ങളെ ഇവിടേക്കൊന്നും ക്ലീൻ ചെയ്തതല്ല, നമുക്കിങ്ങനെ തോലോട് കൂടിയാണ് കിട്ടുക. നമ്മളത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. കൂർക്കൽ നന്നാക്കുന്ന ആളുകൾക്കറിയാൻ മതിയാവും, നമ്മളത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതായത് കത്തിയോണ്ട് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് അത് ചുരണ്ടിയിട്ടാണല്ലോ നമ്മളതിൻ്റെ തോല് കളയുന്നത്. ആ ഒരു സമയത്ത് അതിൻ്റെ കളറ് നമ്മളുടെ കൈമേൽ അതായത് വിരലിൻ്റെ മുകളിലും നഖത്തിൻ്റെ മുകളിലൊക്കെ പിടിച്ചിട്ട് ഒരു കറുപ്പ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡിൽ മൊത്തം വൃത്തികേടായി കിടക്കും കൈ അല്ലേ? നമ്മൾ എത്ര വാഷ് ചെയ്താലും അത് പോയില്ല. എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ കൈയും വൃത്തികേടാവില്ല, നിങ്ങളുടെ സമയവും നഷ്ടപ്പെടില്ല കേട്ടോ. അത്രയും ഒരു സൂപ്പർ ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ ഒരുപാട് ചെറുതാണ്, അത്യാവശ്യം വാടലും വന്നിട്ടുണ്ട്. കഴുകിയെടുത്ത കൂർക്കൽ ഒരു ഡവറയിലേക്ക് ഇട്ടതിന് ശേഷം തിളച്ച വെള്ളം കേട്ടോ, തിളച്ച വെള്ളം അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക. അതായത് ആ കൂർക്കലിൻ്റെ മുകളിൽ വരെ നിൽക്കണം വെള്ളം, അത്രയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കൂർക്കലിൽ തിളച്ച വെള്ളം ഒഴിച്ചാൽ അത് വാടിപ്പോകില്ലേ, അല്ലെങ്കിൽ അത് എന്താ പറയുക വെന്ത് പോവില്ലേ, കളർ മാറ്റം വരില്ലേ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല കേട്ടോ, കൂർക്കലിനൊന്നും സംഭവിക്കില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് അടച്ച് വെക്കുക. അതിനുശേഷം ആ വെള്ളത്തിൻ്റെ ചൂട് തണിഞ്ഞിട്ട് നമ്മൾ അതിൽ കൈ മുക്കിയാൽ നമ്മുടെ കൈ പൊള്ളാത്ത ആ ഒരു ചൂടുണ്ടല്ലോ, ആ ഒരു ചൂടിൽ അതെടുത്തിട്ട് ഓരോ കൂർക്കലെടുത്തിട്ട് കണ്ടില്ലേ ഇങ്ങനെ കൈകൊണ്ട് വെറുതെ ഇങ്ങനെ തിരുമ്മി കൊടുത്താൽ അതിൻ്റെ തോല് നമ്മളുടെ കയ്യിൽ വരും കേട്ടോ. കണ്ടോ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാനിപ്പം ഇങ്ങനെ തന്നെയാണ് കേട്ടോ സ്ഥിരം ചെയ്യാറ്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പണി. ആ കൂർക്കലിൻ്റെ കളറ് പോവോ അല്ലെങ്കിൽ അത് വാടിപ്പോവോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, പുതിയ കൂർക്കലൊക്കെ ഉണ്ടല്ലോ, അതായത് വയലിൽ നിന്ന് പറിച്ച് കൊണ്ടുവന്നേ പാടാണെങ്കിൽ പെട്ടെന്ന് തോല് പോട്ടോ. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി മൂടി വെക്കണമെന്ന് നിർബന്ധമില്ല വെള്ളം, പക്ഷേ നല്ല ചൂട് വേണം കേട്ടോ. തിളച്ച വെള്ളമാണെങ്കിൽ ഓക്കെ, നന്നായിട്ട് ചൂട് വേണം. എന്നിട്ട് അതിൽ മുങ്ങി കിടക്കണം കൂർക്കൽ. മുങ്ങി കിടന്നിട്ട് ആ വെള്ളത്തിൻ്റെ ചൂട് തണിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ കണ്ടോ അതിൻ്റെ തോല് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. കത്തി കൊണ്ട് നമ്മൾ കൂർക്കൽ ക്ലീൻ ചെയ്യുന്നതിനേക്കാട്ടിലും ഈസി ആയിട്ട് തോന്നില്ലേ കണ്ടിട്ട്? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോന്നെടുത്തും കാഞ്ഞിട്ട് നമ്മൾ കത്തി വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് അല്ലേ? ഈ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് എല്ലാ പ്രാവശ്യവും കടകളിൽ പോയാലും എന്തൊക്കെ സാധനങ്ങൾ കണ്ടാലും നമ്മൾ വാങ്ങിക്കൊണ്ടുവരും, പക്ഷേ കൂർക്കൽ ആ ഭാഗത്തേക്കേ നമ്മൾ പോവില്ല. കൂർക്കൽ തൊട്ടോ അന്നത്തെ ദിവസം പോയി അല്ലേ? അന്ന് ഫുള്ള് നമ്മൾ അതിൻ്റെ മുകളിൽ ഇരിക്കണം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഓരോ കൂർക്കലെടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ തോല് കളയുന്നത് കാണിച്ചു തരുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ, വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. നന്നായിട്ട് തിരുമ്മി കൊടുത്താൽ കണ്ടില്ലേ അതിൻ്റെ തോലും കാര്യങ്ങളൊക്കെ അങ്ങനെ പൊയ്ക്കോളും. കണ്ടോ, ഇത്രയേ ഉള്ളൂ പണി. കൂർക്കൽ നന്നാക്കാൻ ഒരുപാട് ടിപ്പുകളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, മുന്നേ പറഞ്ഞു, വാഷിംഗ് മെഷീൻ, അതുപോലെ തുണിയിലിട്ടടിക്കുക, ചാക്കിലിട്ട് കെട്ടിയിട്ട് നിലത്തിട്ട് ഉരുട്ടുക. പക്ഷേ ഈ ഒരു സംഭവങ്ങളൊന്നും ഞാനിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ കത്തി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് ക്ലീൻ ചെയ്യാറ്. പിന്നെ ക്ലീൻ ചെയ്യാനുള്ള മടി കൊണ്ട് കഴിയുന്നതും ഞാൻ ഈ ഒരു സാധനം വീട്ടിലേക്ക് വാങ്ങാറേ ഇല്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഒരു ടിപ്പ് കിട്ടിയപ്പം ഇതുപോലെ ഞാൻ ചെയ്ത് നോക്കി. 2-3 പ്രാവശ്യം ഞാൻ ചെയ്തു. എനിക്കത് സക്സസ് ആയി. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്തത്. പിന്നെ ചൂടുവെള്ളം ഒഴിച്ചാൽ അതിന് കളർ മാറ്റം ഉണ്ടാവുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. കണ്ടില്ലേ, ഒരു കളർ ചേഞ്ചും ഇല്ല കേട്ടോ. കണ്ടോ, കൂർക്കൽ ആ ഒരു കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവരില്ലേ, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെ വീട്ടിൽ എങ്ങനെയാണ് കൂർക്കൽ ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത്. അതായത് എന്നെപ്പോലെ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണോ, അല്ലെങ്കിൽ നമ്മൾ നോർമലി ക്ലീൻ ചെയ്യുന്നത് പോലെ കത്തി ഉപയോഗിച്ചിട്ടാണോ, അല്ലെങ്കിൽ മറ്റ് വല്ല വഴികളിലൂടെയാണോ ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. മറ്റുള്ളവർക്കും കൂടി ഒരു ഉപകാരമായിക്കോട്ടെ. പിന്നെ കണ്ടില്ലേ, നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓരോന്നോരോന്ന് എടുത്തിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതായത് നമ്മളെ വീട്ടിലുള്ള കുട്ടികൾക്ക് 8ൻ്റെ പണി കൊടുക്കുക. എങ്ങനെയെന്നല്ലേ, നമ്മൾ അടുക്കളപ്പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ചില സമയങ്ങളിലൊക്കെ ഒരു ഹെൽപ്പിന് നമ്മൾ അവരെ വിളിക്കാറില്ലേ. പക്ഷേ കത്തി കൊടുത്തിട്ടുള്ള ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കാറില്ല. പ്രത്യേകിച്ച് കൂർക്കലൊക്കെ നന്നാക്കാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും അവർ കൈക്ക് മുറിവ് പറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ കൂർക്കൽ ചൂടുവെള്ളത്തിലിട്ടിട്ട് ആ വെള്ളത്തിൻ്റെ ചൂട് തണിഞ്ഞതിന് ശേഷം ആ പാത്രം അവരുടെ കൈകളിലേക്കായിട്ട് കൊടുക്കുക. അങ്ങനെ ആവുമ്പം നമുക്ക് വലിയ ടെൻഷനില്ല. കാരണം കൈ മുറിയുകയില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി പെട്ടെന്ന് എളുപ്പത്തിൽ ക്ലീൻ ചെയ്ത് കിട്ടുകയും ചെയ്യും. ഈ 1ലും 2ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വീട്ടിലുണ്ടെങ്കിലേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്കേണ്ട കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ 2 ആളുണ്ട്. അപ്പം ഈ പ്രാവശ്യം ഞാനിങ്ങനെ വെള്ളത്തിലിട്ട സമയത്ത് അവർ 2 ആൾ കണ്ടിട്ട് എനിക്ക് ക്ലീൻ ചെയ്ത് തന്നത്. പക്ഷേ അതെനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കണ്ടില്ലേ എൻ്റെ കൈ. ഇനി ഞാൻ കത്തി കൊണ്ട് നന്നാക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്തതെന്ന് ആരും പറയരുത്. കണ്ടോ, കൈ നഖമൊക്കെ കണ്ടില്ലേ. നമ്മൾ കത്തി കൊണ്ട് ചെയ്താൽ ഒരിക്കലും ഈ ഒരു കളറിൽ നമുക്ക് കൈവിരലുകൾ കാണാൻ കഴിയില്ല കേട്ടോ. ഇനി ചൂടുവെള്ളത്തിലിട്ടാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട. കണ്ടില്ലേ, കൂർക്കലിന് ഒരു കളർ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ. ഇനി എനിക്ക് കൂർക്കൽ നന്നാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും കൂർക്കൽ വാങ്ങാതിരിക്കരുത്. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബായ്.